ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് എക്സാം എക്സ്പ്രസ്. സമഗ്രം സമ്പൂർണ്ണം എന്നതാണ് നമ്മുടെ ടാഗ് ലൈൻ. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് എൽ ഡി ക്ലർക്കിന്റെ ആ ഒരു വിജ്ഞാപനത്തെ കുറിച്ചാണ്. നമുക്കറിയാം എൽ ഡി ക്ലർക്കിന്റെ വിജ്ഞാപനം വന്ന് 3 ആഴ്ച കഴിഞ്ഞിരിക്കുകയാണ്. ഈ 3 ആഴ്ച കൊണ്ട് വന്നിരിക്കുന്ന അപേക്ഷകരുടെ എണ്ണമാണ് നമ്മൾ നോക്കുക. 8 ലക്ഷത്തിലേക്ക് കടക്കാൻ വേണ്ടി പോകുന്നു. 7,82,790 അപേക്ഷകരാണ് നമുക്ക് നിലവിൽ 3 ആഴ്ച കൊണ്ട്, അതായത് ഇനി ജനുവരി 3 അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി. ഇപ്പൊ ജനുവരി 3 അർദ്ധരാത്രി വരെ. ഇന്ന് നമുക്കറിയാം നവംബർ 27. അപ്പൊ ഇനിയും നമുക്ക് കുറച്ച് 7 ദിവസം, ഒരാഴ്ചയോളം നമുക്ക് ഇനിയും നമ്മുടെ മുന്നിലേക്ക് ഉണ്ട്. ഈ ഒരു സമയം കൊണ്ട് 7,82,790 അപേക്ഷകരാണ് വന്നിരിക്കുന്നത്. വിജ്ഞാപനം വന്നത് നവംബർ 30 മനസ്സിലാക്കുക. അതായത് ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും കൂടും. നമുക്ക് അടുത്ത ജനുവരി 3 ആകുമ്പോഴത്തേക്ക് ഇത് എങ്ങനെ വന്നാലും ഒരു 10നും 12 ലക്ഷത്തിനൊക്കെ ഇടയിലേക്ക് വരാം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ അപേക്ഷകർ കൂടുകയാണ്. നമ്മളാണ് പഠിക്കേണ്ടത്. നമുക്കാണ് ജോലി ആവശ്യം. സാധാരണക്കാരന്റെ IAS എന്നറിയപ്പെടുന്ന ഈ ഒരു LD ക്ലർക്ക് പരീക്ഷയ്ക്ക് ഏറ്റവും മികച്ച ഒരു കോമ്പറ്റീഷൻ തന്നെ ഉണ്ടാകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കൂടാതെ എന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ ഒറ്റ പരീക്ഷയാണ് ഈ ഒരു ഇതിന് ഉള്ളത്. ഒറ്റ പരീക്ഷയായിട്ട് മാറ്റിയിട്ടുണ്ട് എന്ന് കൂടി മനസ്സിലാക്കുക. അപ്പൊ ഒറ്റ പരീക്ഷ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തയ്യാറെടുപ്പ് നടത്തി ഒരു 80 above ഒക്കെ വാങ്ങിച്ചാൽ മാത്രം, അതായത് 80+ ഒക്കെ വാങ്ങിച്ചാൽ മാത്രമാണ് ആദ്യത്തെ നല്ലൊരു റാങ്കിലേക്ക് നമുക്ക് വരാൻ വേണ്ടി സാധിക്കുക. 80+ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇന്നത്തെ കാലത്ത് വളരെ കുറവാണെന്ന് പറയാം. കാരണം കോമ്പറ്റീഷൻ അത്രയും കൂടുതലാണ്. ഏറ്റവും നന്നായി പഠിക്കുന്ന ആളുകൾ തന്നെ ഇതിൽ ഉൾപ്പെടും. ഇപ്പൊ അടുത്ത് വന്ന എല്ലാ പരീക്ഷകളുടെയും ലിസ്റ്റ് നിങ്ങൾ നോക്കുക. ഏറ്റവും 70+ ആണ് എല്ലാത്തിന്റെയും കട്ട് ഓഫ് വരുന്നത്. അപ്പൊ നമുക്ക് LD ക്ലർക്ക് നമുക്കൊരു 70+ തന്നെ കണക്കാക്കാം, അല്ലെങ്കിൽ 65+ തന്നെ എന്തായാലും കട്ട് ഓഫ് വരാൻ സാധ്യത ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാം. കാരണം പരീക്ഷ കഴിഞ്ഞ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ നിലവാരം ആളുകളുടെ എണ്ണം ഒക്കെ വെച്ച് നമുക്ക് ഇത് കണക്ക് കൂട്ടാൻ പറ്റൂ. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ ഒരു 70 മാർക്ക് കട്ട് ഓഫ് വരും എന്ന് കരുതി തന്നെ പഠിക്കാൻ തുടങ്ങണം. ഏറ്റവും മികച്ച രീതിയിൽ അങ്ങനെ കണ്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ പരീക്ഷ ആകുമ്പോഴത്തേക്ക് ആ ഒരു മുന്നേറ്റം കാഴ്ചവെക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അപേക്ഷകരുടെ എണ്ണം നോക്കാം. ഏറ്റവും കൂടുതൽ അപേക്ഷകർ വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലേക്കാണ്. എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലേക്കാണ് എന്ന് മനസ്സിലാക്കുക. എത്രയാണ്? തിരുവനന്തപുരം ജില്ലയിൽ തന്നെ 1,08,990 അപേക്ഷകരാണ് തിരുവനന്തപുരം ജില്ലയിൽ. 1 ലക്ഷം കഴിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. കൊല്ലത്ത് 61,320, പത്തനംതിട്ടയിൽ 24,430, കോട്ടയം 50,070, ആലപ്പുഴ 37,580, ഇടുക്കി 29,200, എറണാകുളം 71,650, തൃശ്ശൂർ 63,350, പാലക്കാട് 73,730, മലപ്പുറം 79,990. ഇനി കോഴിക്കോടേക്ക് വന്നാൽ 75,050, വയനാട് 24,850, കണ്ണൂരേക്ക് വരുമ്പോൾ 52,590, കാസർഗോഡ് 29,990 എന്നിങ്ങനെയാണ് നിലവിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന അപേക്ഷകരുടെ എണ്ണം എന്ന് പറയുന്നത്. അതിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഏതാണ്? തിരുവനന്തപുരം ജില്ലയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ അപേക്ഷിച്ച, 1 ലക്ഷത്തിന് മുകളിൽ ആളുകൾ അപേക്ഷിച്ചിരിക്കുന്ന ജില്ല തിരുവനന്തപുരം ജില്ലയാണെന്ന് മനസ്സിലാക്കുക. 2ാം സ്ഥാനത്തേക്ക് വരുമ്പോൾ അവിടെ മലപ്പുറം ജില്ലയിലേക്കാണ് വരുന്നത്. മലപ്പുറം ജില്ലയിലേക്കാണ് രണ്ടാമത് ഏറ്റവും കൂടുതൽ ആളുകൾ 79, അതായത് 80,000-ലേക്ക് ഇറങ്ങി. 80,000 ആളുകളുടെ അടുത്ത് എവിടെയാണ്? നമുക്ക് മലപ്പുറം ജില്ലയിൽ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാം. 3ാമത് വരുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ലയിലാണ് 3ാമത് ഏറ്റവും കൂടുതൽ അപേക്ഷകർ വന്നിരിക്കുന്നത്. 75,050 അപേക്ഷകർ കോഴിക്കോട് ജില്ലയിൽ വന്നിട്ടുണ്ട്. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് പാലക്കാട്. 4ാമത് പാലക്കാട് ജില്ലയാണ് ഏറ്റവും കൂടുതൽ. 4ാമതായി അപേക്ഷകരുടെ എണ്ണം 73,730. പിന്നീട് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയാണ് 5ാം സ്ഥാനത്ത്. അത് 71,650 ആണ്. 5ാം സ്ഥാനത്ത് 71,650മായി എറണാകുളം ജില്ലയാണ് എന്ന് മനസ്സിലാക്കാം. ആദ്യത്തെ 5 സ്ഥാനങ്ങളിൽ കിടക്കുന്ന ഇവരാണ്: തിരുവനന്തപുരം, അതുപോലെ മലപ്പുറം, കോഴിക്കോട്, പാലക്കാട്, ഈ എറണാകുളം എന്നിങ്ങനെ മനസ്സിലാക്കുക. അതിന് ശേഷം വന്നിരിക്കുന്നത് എവിടെയാണ്? നമുക്കറിയാം തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ലയിലാണ് എത്ര? 63,350. 6ാമത് തൃശ്ശൂരാണ്, 63,350. പിന്നീട് കൊല്ലം 7ാമത് കൊല്ലം 61,320.
20മായി കൊല്ലമുണ്ട്. പിന്നെ വരുന്നത് കണ്ണൂർ ജില്ലയാണ്. കണ്ണൂർ ജില്ല 52,590 8ാം സ്ഥാനത്ത്, 52,590. അതുപോലെ കോട്ടയം ജില്ല 9ാം സ്ഥാനത്ത് 50,070 പേരുമായി ഉണ്ട്. ഇനി ഏറ്റവും കുറവുള്ളത് പത്തനംതിട്ട ജില്ലയിലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഏറ്റവും കുറവ് എവിടെയാണ്? പത്തനംതിട്ട ജില്ലയിലാണ്. പത്തനംതിട്ട എത്രയാണ്? പത്തനംതിട്ടയില് വെറും 24,430 ആളുകളാണ് പത്തനംതിട്ടയിലുള്ളത്. എത്രയാണ്? 24,430. ഏറ്റവും കുറവ് പത്തനംതിട്ടയിൽ. ഏറ്റവും കുറവ് 1ാം സ്ഥാനത്ത് പത്തനംതിട്ടയാണെന്ന് മനസ്സിലാക്കുക. പിന്നീട് വരുന്നത് എവിടെയാണ്? പിന്നീട് വരുന്നത് നമ്മുടെ ഇടുക്കി. രണ്ടാമത് ഇടുക്കി. മൂന്നാമതാണ് രണ്ടാമത് വരുന്നത് വയനാട്. മൂന്നാമത് ഇടുക്കി. നാലാമത് വരുന്നത് കാസർഗോഡ്. 29,000. മൂന്നാമതിലേക്ക് 4,000 കാസർഗോഡ്. ഇങ്ങനെയാണ് പോകുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം, ഏറ്റവും കുറവ് പത്തനംതിട്ടയുമാണ് നിലവിൽ അപേക്ഷകരുടെ എണ്ണം വന്നിരിക്കുന്നത്. ഇനി വീണ്ടും ഇതിൽ വർധനവുണ്ടാകും. ഏകദേശം 70ന് മുകളിൽ കാണുന്ന ജില്ലകളൊക്കെ ഏകദേശം ഒന്നിനടുത്തേക്കും 1 ലക്ഷം തന്നെ ഏകദേശം വരും. 70, 60 ഒക്കെ 1 ലക്ഷത്തിന്റെ അടുത്ത ആളുകൾ വരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ അത്രയും ആളുകളാണ്. തിരുവനന്തപുരത്തേക്കാണെങ്കിൽ ഏകദേശം 1,20,000, 1,30,000 റേഞ്ച് ആളുകൾ ഉണ്ടാകും ഏകദേശം മത്സരിക്കാൻ. ബാക്കി എല്ലാ ജില്ലകളിലും ഏകദേശം 1 ലക്ഷത്തിനടുത്ത ആളുകളോടാണ് മത്സരിക്കേണ്ടത്. ആ 1 ലക്ഷത്തിൽ നിന്നാണ് നിങ്ങൾ എത്രയിലേക്ക് വരേണ്ടത്? ആ 1 ലക്ഷത്തിൽ നിന്നാണ് നിങ്ങൾ ആദ്യത്തെ 500-നുള്ളിൽ വരണം. 500 പോരാ. ഇനി ശരിക്കും പറഞ്ഞാൽ 300-നുള്ളിൽ വന്നാൽ മാത്രമേ നമുക്ക് ഒരു ജോലി സ്വപ്നം കാണാൻ വേണ്ടി സാധിക്കൂ. 300-നുള്ളിൽ വരണം. 300-നുള്ളിൽ വന്നാൽ മാത്രമേ ഇനി അങ്ങോട്ട് ജോലി ഉണ്ടാവും. അതായത് 1 ലക്ഷം ആളുകളിൽ നിന്ന് നമ്മൾ 300ാമത്തെ ഒരാൾ, 300-നുള്ളിലുള്ള ഒരാളായി മാറണം. ആ 300-നുള്ളിൽ നമ്മൾ വരണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ജോലി സാധ്യത എന്ന് തന്നെ നമുക്ക് തീർത്തും പറയാൻ വേണ്ടി പറ്റും. ഇനി ഏതൊക്കെ രീതിയിലായിരിക്കണം നമ്മൾ ഇതിന്റെ പഠനം തുടങ്ങേണ്ടത്, അല്ലെങ്കിൽ പരീക്ഷ എപ്പോഴായിരിക്കും എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. ജൂൺ മുതൽ നമുക്ക് പരീക്ഷ എന്താ പറയണ്ടേ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അതായത് ജൂൺ മുതൽ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാമെന്ന് മനസ്സിലാക്കുക. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലായി, അതായത് ജൂൺ മുതൽ സെപ്റ്റംബർ മാസങ്ങളിലായി നമുക്ക് ഇതിന്റെ പരീക്ഷ നടക്കും. അതായത് ജാനുവരി, ഫെബ്രുവരി മാസങ്ങളിലായി നമുക്ക് ഇതിന്റെ ഒരു റിസൾട്ടും പ്രതീക്ഷിക്കാം. ഈ ഒരു പരീക്ഷ നടന്ന സെപ്റ്റംബർ, മാക്സിമം നമുക്കൊരു ഒക്ടോബർ വരെ എടുക്കാം. ഈ ഒരു സമയത്തിനുള്ളിൽ ഈ ഒരു 6 7 ഘട്ട പരീക്ഷയായിട്ട് നടത്തും. ഒറ്റ പരീക്ഷയാണ്. ആ പരീക്ഷയ്ക്ക് ശേഷം ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലായി നമുക്ക് ഇതിന്റെ റിസൾട്ട് നമുക്ക് ലഭ്യമാകും. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ മാർച്ച്, ഏപ്രിൽ എന്നിവ നമുക്ക് എന്താണ്? സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്കുള്ള സമയമാണ്. മാർച്ച്, ഏപ്രിൽ അല്ലെങ്കിൽ മെയ് മാസം വരെ കണക്കായിരിക്കും ആ സമയം. അതിനുശേഷം നമുക്ക് എന്താണ്? ഇതിന്റെ മറ്റേ ലിസ്റ്റ് തീരുന്ന മുറയ്ക്ക് പുതിയ ലിസ്റ്റ് ആ ഒരു സമയത്ത് പ്രസിദ്ധീകരിക്കുകയും ചെയ്യുമെന്ന് മനസ്സിലാക്കുക. ഇങ്ങനെയാണ് 2025 നമുക്കിത് ഈ ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി പോകുന്നത്. ഇനി പഠിക്കേണ്ടത്, ഇതാണ് നമ്മുടെ അടുത്ത കാര്യം. ജൂൺ മുതൽ വരെ നമുക്കൊരു 6 മാസം കണക്കാക്കാം. ആ 6 മാസത്തെ അവരുടെ തയ്യാറെടുപ്പ് ഏറ്റവും മികച്ചതാണ്. കാരണം 300-നുള്ളിൽ നമ്മൾ വരണം. 300 എന്ന് പറയുമ്പോൾ ഏറ്റവും കുറെ കഴിഞ്ഞ് പിന്നെയും ജോലി കിട്ടും. ആദ്യം തന്നെ നിങ്ങൾക്ക് 2025 തന്നെ ജോലി കിട്ടണമെങ്കിൽ എന്താണ്? ആദ്യത്തെ 100-നുള്ളിലൊക്കെ നിങ്ങൾ വരണം. അതിന് തീവ്രമായ പഠനം അനിവാര്യമാണ്. അപ്പൊ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? പാഠപുസ്തകം 5ാം ക്ലാസ് മുതൽ +2 വരെ, 5ാം ക്ലാസ് മുതൽ +2 വരെ എന്ത് ചെയ്യുക? തീവ്രമായി നിങ്ങൾ പഠിച്ചെടുക്കുക. 5 മുതൽ 10 വരെയാണ് ഏറ്റവും മികച്ച രീതിയിൽ പഠിക്കേണ്ടത്. +1 +2 നമ്മുടെ സിലബസ് അനുസരിച്ച് പഠിക്കുക. പിന്നെ മുൻവർഷ കാലങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ കണ്ടെത്തി, മെയിനിന്റെയും പ്രിലിംസിന്റെയും ചോദ്യങ്ങൾ കണ്ടെത്തി പഠിക്കുക. പിന്നെ സിലബസ് തരും. ആ സിലബസിനുള്ളിലെ വസ്തുതകൾ പാഠപുസ്തകവും മുൻവർഷ ചോദ്യങ്ങളും പഠിച്ച ശേഷം അതുമായി ബന്ധപ്പെടുത്തി കണ്ടെത്തി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഈ 3നും വളരെ ഇമ്പോർട്ടന്റ്, ഏറ്റവും കുറഞ്ഞത് 30 മാർക്ക് നമുക്ക് ഇവിടെ കിട്ടും. ഏറ്റവും കുറഞ്ഞത്, അത് ഓരോന്നിനും 10 മാർക്ക് വെച്ച് നൽകിയാൽ പോലും ഇവിടെ 30 മാർക്ക് കിട്ടും. ബാക്കി 70 മാർക്കേ അപ്പുറത്ത് കിടക്കുന്നുള്ളൂ. ഈ 30 മാർക്ക് എന്താകും? അത് റാങ്ക് മേക്കിംഗ് ചോദ്യമായി കിടക്കും. കണക്കിലും ഇംഗ്ലീഷിലും മലയാളത്തിലും എത്ര മാർക്ക് നിങ്ങൾ വാങ്ങിക്കുന്നു, അത് നിങ്ങളെ റാങ്കിൽ നിങ്ങൾ എവിടെയാണെന്ന് നിശ്ചയിക്കുക തന്നെ ചെയ്യും. അപ്പൊ അതിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുക. എല്ലാ ദിവസവും ചെയ്യേണ്ട ഒന്നാണ് കണക്കും മലയാളം ഇംഗ്ലീഷും. അതിന്റെ കൂടെ എന്താണ്? നമ്മുടെ കറന്റ് അഫയേഴ്സ് കൂടി അതിന്റെ
കൂടെ നോക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഏറ്റവും മികച്ച ഒരു പഠനം ആണ് മുന്നിൽ എന്ന് പറയാൻ പറ്റും. അതായത് 5ാം ക്ലാസ് മുതലുള്ള പാഠപുസ്തകം പഠിക്കുക, ഏറ്റവും 1 2 തവണ നിങ്ങൾ ഏറ്റവും മനഃപ്പാഠമാക്കുക എന്നൊക്കെ പറയില്ലേ പാഠപുസ്തകം, അങ്ങനെ ഹൃദ്യസ്ഥമാക്കുക. അതിനുശേഷം അതിലെ ചോദ്യങ്ങൾ കണ്ടെത്തി പരമാവധി വർക്കൗട്ട് ചെയ്യാൻ നോക്കുക. മുൻവർഷ ചോദ്യങ്ങൾ കണ്ടെത്തി അതിന്റെ ഉത്തരം കണ്ടെത്തുക. വിശകലനാത്മകമായ രീതിയിൽ നിങ്ങൾ അതിന്റെ ഓപ്ഷൻ അടക്കമെടുത്ത് അത് മറ്റൊരു ചോദ്യമായി മാറുന്നുണ്ടോ എന്ന് പരീക്ഷിക്കുക. അങ്ങനെ പഠിച്ച് മുന്നേറുക. സിലബസ് തരുന്നവർക്ക് സിലബസിലെ കാര്യങ്ങൾ പാഠപുസ്തകവും മുൻവർഷ ചോദ്യങ്ങളും ഒക്കെ കണ്ടെത്തി പഠിച്ച ശേഷം അത് പഠിച്ചെടുക്കുക. കണക്ക്, ഇംഗ്ലീഷ്, മലയാളം, അതുപോലെ ആനുകാലികം എന്നിവ ദിവസേന പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോവുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നിലേക്ക് ഇനി വിജയത്തിന്റെ ആ ഒരു വിജയം മാത്രം പോരാ, നമുക്ക് റാങ്കിൽ ഏറ്റവും മികച്ച ഒരാളായി മാറാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ പ്രയത്നം എത്രത്തോളമാണോ അത്രത്തോളം നിങ്ങൾ വിജയത്തിലേക്ക് അടുക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. കാരണം നിങ്ങളാണ് നിങ്ങളുടെ വിധി അല്ലെങ്കിൽ ഡെസ്റ്റിനി തീരുമാനിക്കേണ്ടതെന്ന് ഓർക്കുക. നിങ്ങൾക്ക് പകരം വേറൊരാളും നിങ്ങളുടെ വിധിയെ തീരുമാനിക്കാനില്ല. നിങ്ങളുടെ വിജയം നിങ്ങളുടെ ഒരാളുടെ ഇതിനെ മാത്രമാണ്, നിങ്ങളുടെ കരുത്തിനെ മാത്രം ആശ്രയിച്ച് മുന്നേറുന്നതാണ് എന്ന് മനസ്സിലാക്കുക. ഏറ്റവും മികച്ച രീതിയിൽ തന്നെ മുന്നേറുക. LD ക്ലർക്ക് മാത്രമല്ല, ഒട്ടനവധി ഡിഗ്രി ലെവൽ പരീക്ഷകൾ വരാൻ വേണ്ടി പോകുന്നുണ്ട്. അതുപോലെ LGS അടക്കമുള്ള പരീക്ഷകൾ നമ്മുടെ മുന്നിൽ വന്ന് കിടക്കുകയാണ്. എല്ലാത്തിനെയും ഏറ്റവും മികച്ച രീതിയിൽ തയ്യാറെടുപ്പ് നടത്തിയാൽ അതായത് ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾ പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പ് നടത്തിയാൽ ഈ എല്ലാ പരീക്ഷയും നിങ്ങളുടെ കയ്യിലേക്ക് കിടക്കുക തന്നെ ചെയ്യും. ഒരു പരീക്ഷകളിൽ നിങ്ങൾ റാങ്ക് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പാടില്ല, അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ നിങ്ങൾ അതിൽ ഒരാളായിട്ട് ഉണ്ടാവണം എന്ന നിങ്ങളുടെ ചിന്ത അത്രത്തോളം ഉറപ്പുള്ളതാണെങ്കിൽ നിങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ തയ്യാറെടുത്ത് ആ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്